നമുക്കിന്നൊരു ഇലയടി ഉണ്ടാക്കിയാലോ? ഇന്നത്തെ റെസിപ്പി ചക്ക വെച്ചിട്ടുള്ള ഒരു ഇലയടിയാണ്. കറി വെക്കാൻ വേണ്ടി നമ്മളൊരു ചക്ക വാങ്ങി, പക്ഷേ അത് പഴുത്തിട്ടാണ് നമ്മൾ മുറിച്ചപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഇലയടി ഉണ്ടാക്കാമെന്ന്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഇലയടി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ആഫ്രിക്കൻ മലയാളി. അപ്പോൾ ഇലയടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ശർക്കര ഇതേപോലെ കത്തി കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുവാണ്. പിന്നെ അതിലേക്ക് നമുക്ക് തേങ്ങയും വേണം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളതിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശർക്കര എടുക്കട്ടെ. അപ്പം ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അരമുറി തേങ്ങ ഈ ശർക്കരയായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പം ഞാനിത് മിക്സ് ചെയ്യുകയാണ്. കുരുവൊക്കെ കളഞ്ഞ് ഞാൻ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കത് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ചക്കയുടെ ഈ ഒരു മിക്സും പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടയുടെ മാവ് കുഴച്ചെടുക്കാം. അപ്പം ഞാനിത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരച്ച് വെച്ചിട്ടുള്ള ചക്കയുടെ ഈ ഒരു മിക്സും ചേർത്തിട്ട് പിന്നെ ഞാനതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ ഞാനതൊന്ന് പെട്ടെന്ന് കുഴച്ചെടുത്തിട്ട് വരട്ടെ. പിന്നെ ഒരു കാര്യം, നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ള് ഉപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഇടണം. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ അടയുടെ മാവ് ഞാൻ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടും കുറച്ച് അധികം വെള്ളം വേണം. ആ ചപ്പാത്തിയുടെ ആ ഒരു കുഴക്കുന്ന പോലെയല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടെ വെള്ളം അധികമായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നെങ്കിലും നമുക്കത് ഇലയിലേക്ക് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തു. ഇനി നമുക്ക് അത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇലയൊക്കെ ഞാൻ ഇതേപോലെ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരയുടെയും തേങ്ങയുടെയും മിക്സ് ചേർക്കാം. നമ്മൾ ഇല ഇലയിൽ പരത്തുന്ന സമയത്ത് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. എന്നിട്ട് ആ വെള്ളം ഒന്ന് തൊട്ട് കൊടുത്തിട്ട് വേണം നമ്മളിങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടത്തുമില്ല, നമുക്ക് നല്ല വൃത്തിയിൽ അതേപോലെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ നടുവിൽ ഈ ഒരു തേങ്ങയുടെ മിക്സ് ചേർക്കട്ടെ. ചേർത്തതിന് ശേഷം നമുക്ക് അത് മടക്കി വെക്കാം. മടക്കി വെച്ചിട്ട് പിന്നെ അത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആവിയിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇഡ്ഡലിപ്പാത്രത്തിൽ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഡ്ഡലിപ്പാത്രത്തിൻ്റെ തട്ട് വെച്ചിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്കും ഏകദേശം വെന്ത് വരും. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കുന്നുണ്ട്. മറിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മൾ ചക്ക ഇട്ട ഇലയട തയ്യാറാവും. അപ്പോൾ ചക്കയിട്ട സ്പെഷ്യൽ ഇലയട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ചക്കയുടെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ചക്കയുടെ ആ ഒരു ഫ്ലേവർ ഒരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.